ബ്രദേഴ്സ് ടീമിന്റെ ഡിഫൻസിനെ മറികടക്കാനാകാതെ തളർന്നു നിന്ന മെലിഞ്ഞുണങ്ങിയ 15-കാരൻ ഫോർവേഡിനെ നോക്കി വർഗീസേട്ടൻ വിളിച്ചു പറഞ്ഞു. ഗാലറിയിലിരുന്ന പതിനായിരങ്ങൾ അതുകേട്ട് അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഒരു 15 വയസ്സുകാരൻ തളർന്നു പോകാനുള്ള എല്ലാ സാഹചര്യവും അന്നവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഒരു അത്ഭുതത്തിനായിരുന്നു ആ മൈതാനം സാക്ഷ്യം വഹിച്ചത്. പേരുകേട്ട ബ്രദേഴ്സ് ടീമിനെ ഒരു 15 വയസ്സുകാരൻ ഒറ്റയ്ക്ക് വിറപ്പിച്ച മനോഹര നിമിഷം. വർഷം 1984. മലയാളി ഫുട്ബോൾ ആരാധകർ വീട്ടിലിരുന്ന് ടിവിയിലൂടെ ഫുട്ബോൾ കണ്ട് ഹരം കൊള്ളുന്നതിന് മുൻപുള്ള ഒരു സെവൻസ് കാലം. തുടർച്ചയായി കപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ബ്രദേഴ്സ് ആണ് എരുമപ്പെട്ടിയിലെ അക്കാലത്തെ മികച്ച ടീം. സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് പോലും ആരാധകരുള്ള ബ്രദേഴ്സ് ടീമിന്റെ ഉദ്ഘാടന മത്സരമായിരുന്നു അന്നവിടെ. എതിരാളികൾ തൃശൂരിലെ ഏതോ കേട്ടുകേൾവിയില്ലാത്ത ക്ലബിലെ മീശ മുളയ്ക്കാത്ത കുറച്ചു ചെക്കന്മാർ. ഒറ്റ നോട്ടത്തിൽ തന്നെ തട്ടിക്കൂട്ടി ഇറക്കിയ ടീമാണെന്നത് വ്യക്തം. ഗാലറിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന ബ്രദേഴ്സ് ടീമിന്റെ ആരാധകർ കുട്ടിനിക്കറിട്ട മെലിഞ്ഞുണങ്ങിയ ആ പിള്ളേരെ നോക്കി പരിഹസിച്ചു. എല്ലുറപ്പില്ലാത്ത ചെക്കന്മാരെയൊക്കെ ടൂർണമെന്റിൽ കളിക്കാൻ കൊണ്ടുവന്ന സംഘാടകരെ നാട്ടിലെ ഫുട്ബോൾ വിദഗ്ധൻ വർഗീസേട്ടൻ വിമർശിച്ചു. ഒടുവിൽ കളി തുടങ്ങി. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ. മിന്നം ഫോമിൽ നിൽക്കുന്ന ബ്രദേഴ്സ് ടീം ആദ്യ 10 മിനിറ്റിൽ തന്നെ തൃശൂരിലെ ചെക്കന്മാരുടെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയത് 2 ഗോളുകൾ. ഹാഫ് ടൈമിനോട് അടുക്കുമ്പോൾ ആ ഗോളുകളുടെ എണ്ണം 5 ആയി. അപ്പോഴാണ് ബ്രദേഴ്സിന്റെ ഡിഫൻസിനെ മറികടക്കാനാകാതെ തളർന്നിരുന്ന തൃശൂരിലെ ചെക്കന്മാരുടെ ഫോർവേഡിനെ നോക്കി വർഗീസേട്ടന്റെ ഡയലോഗ്. ആ ചെക്കന് ആദ്യം ഇത്തിരി കഞ്ഞിവെള്ളം കൊടുക്ക്. ഗാലറിയിലിരുന്ന 10,000-കണക്കിന് വരുന്ന ബ്രദേഴ്സ് ആരാധകർ ആ പരിഹാസ വാക്കുകൾ കേട്ട് അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. കളി വീണ്ടും തുടങ്ങി. ഹാഫ് ടൈമിലെ 5-0 എന്ന സ്കോർ കണ്ട് ബ്രദേഴ്സിന്റെ വിജയമുറപ്പിച്ച കാണികളിൽ പലരും ഗാലറി വിട്ട് തിരികെ പോകാൻ തുടങ്ങിയിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ബ്രദേഴ്സ് ടീമും കാണികളും ഒരേ സമയം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സ്തബ്ധരായി നിന്നുപോയ നിമിഷം. ബ്രദേഴ്സ് ടീമിന്റെ 4 പേരെ ട്രിബിൾ ചെയ്ത് കുതിച്ചു പാഞ്ഞ തൃശൂർക്കാരുടെ കറുത്തുമെരിഞ്ഞ ഫോർവേഡ് പയ്യൻ ഒടുവിൽ ഗോളിയെയും വെട്ടിച്ച് ബ്രദേഴ്സിന്റെ ഗോൾ പോസ്റ്റിലേക്ക് അവിശ്വസനീയമായൊരു ഗോൾ അടിച്ചു കയറ്റിയിരിക്കുന്നു. സ്കോർ 5-1. കളി മടുത്ത് പോകാനായി ഇറങ്ങിയവർ പോലും തിരികെ വന്ന് സീറ്റിൽ സ്ഥാനമുറപ്പിച്ച നിമിഷം. പിന്നീട് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത് ബ്രദേഴ്സ് ടീമിന്റെ പേരുകേട്ട പ്രതിരോധ നിര തൃശൂരിൽ നിന്ന് വന്ന കറുത്തുമെലിഞ്ഞ ഫോർവേഡ് ചെക്കനെ തടഞ്ഞു നിർത്താൻ പണിപ്പെടുന്ന കാഴ്ചയ്ക്കാണ്. ഒടുവിൽ കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വായുവിൽ മലക്കം മറിഞ്ഞ് അവൻ തിരിച്ചടിച്ച 5ാമത്തെ ഗോൾ കണ്ട് തീവ്ര ബ്രദേഴ്സ് ആരാധകർ വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കരുത്തന്മാരായ ബ്രദേഴ്സിന്റെ പോസ്റ്റിൽ 5 ഗോളുകൾ സമ്മാനിച്ച് മത്സരം സമനിലയിലേക്ക് കൊണ്ടെത്തിച്ച ആ മെലിഞ്ഞുണങ്ങിയ പയ്യന് നേരെ ഒരു ഐസ് നീട്ടി വർഗീസേട്ടൻ ചോദിച്ചു, എന്താടാ നിന്റെ പേര്? വർഗീസേട്ടൻ നീട്ടിയ ആ ഐസ് വാങ്ങി രുചിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്റെ പേര് വിജയൻ. ഇന്ത്യൻ ടീമിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഇതിഹാസ താരം ശ്രീ IM വിജയന്റെ ജൈത്രയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപത്തെ കോലോത്തുംപാടം കോളനിയിലെ ഓലക്കുടിലുകളിലൊന്നിൽ ഐനിവളപ്പിൽ മണി എന്ന കൂലിപ്പണിക്കാരന്റെയും കൊച്ചമ്മുവിന്റെയും 2 ആൺമക്കളിൽ ഇളയവനായി 1969 ഏപ്രിൽ 25-നായിരുന്നു IM വിജയന്റെ ജനനം. വിജയൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു വാഹനാപകടത്തിൽ അപ്രതീക്ഷിതമായി അച്ഛന്റെ മരണം സംഭവിക്കുന്നത്. അതോടെ മുഴുപട്ടിണിയിലായ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്ന വിജയന്റെ അമ്മ തൃശൂർ അങ്ങാടിയിൽ ആക്രി പെറുക്കി വിറ്റ് ആഹാരത്തിനുള്ള വക കണ്ടെത്തി. അങ്ങനെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 10 പൈസയ്ക്ക് സോഡ വിറ്റു നടക്കുമ്പോഴാണ് മൈതാനത്തെ കാൽപന്ത് കളിയുടെ ആരവം അവന്റെ സിരകളിൽ ഇരച്ചു കയറുന്നത്. ആ ആഗ്രഹത്തിന് പുറത്ത് പാഴ്ത്തുണി കൊണ്ട് ഒരു പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം അവൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. കാൽപന്ത് കളിയിലൂടെ അവൻ പല ദിവസങ്ങളിലും വിശപ്പ് മറന്നു. അങ്ങനെ ഇരിക്കെയാണ് ഉച്ചയ്ക്ക് ഇടവേള കഴിഞ്ഞ് എല്ലാ ദിവസവും ക്ലാസ്സിൽ താമസിച്ചു വരുന്ന വിജയനെ ടീച്ചർ ശ്രദ്ധിക്കുന്നത്. 5ൽ 5 തവണ തോറ്റ അവനെ അവരന്ന് കാര്യമറിയാതെ കുറെ ശകാരിച്ചു. എന്നാൽ കുട്ടി പട്ടിണിയാണെന്ന് മനസ്സിലാക്കിയ ഭവാവതി ടീച്ചർ പിറ്റേന്ന് മുതൽ സ്കൂളിൽ വരുമ്പോൾ അവനായി ഒരു ചോറ്റുപാത്രം കൂടുതൽ കരുതി. ക്ലാസ് പൂർത്തിയാകും മുൻപ് ടീച്ചറുടെ സമ്മതം വാങ്ങി 20 രൂപ പ്രതിഫലത്തിന് അവൻ സെവൻസ് കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ തൃശൂരിന്റെ കളി മൈതാനങ്ങളിൽ IM വിജയൻ എന്ന ചെറിയ പയ്യൻ നിറഞ്ഞു നിന്നു. 17ാം വയസ്സിൽ കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ സെലക്ഷന് പോയതാണ് വിജയന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. എന്നാൽ നിർഭാഗ്യവശാൽ 18 വയസ്സ് തികയാൻ 6 മാസം കൂടി ബാക്കിയുള്ളതിനാൽ വിജയന് അന്ന് പോലീസ് ടീമിൽ സെലക്ഷൻ ലഭിച്ചില്ല. മികച്ചൊരു പ്ലെയറെ വിട്ടുകളയാൻ അധികൃതർക്കും അന്ന് തോന്നിയില്ല.
അങ്ങനെ 6 മാസം ഗസ്റ്റ് കളിച്ച് 18 വയസ്സ് തികഞ്ഞപ്പോൾ പോലീസായാണ് വിജയൻ അന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. വിജയന്റെ മുന്നേറ്റത്തിൽ കേരള പോലീസിന്റെ ആർക്കും ഏറ്റുമുട്ടാൻ പേടിയുള്ള ടീമായി ആ ക്ലബ്ബ് വളർന്നു. പിന്നീട് 1991 കേരള ടീം വിട്ട് വിജയൻ മോഹൻ ബഗാനിലേക്ക് പോയി. പല പ്രാവശ്യം ബഗാന് വേണ്ടിയും 2 പ്രാവശ്യം ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും വിജയൻ ബൂട്ടണിഞ്ഞു. കൊൽക്കത്തക്കാർക്ക് വിജയൻ എന്നും ഒരു ആവേശമായിരുന്നു. അവർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിജോയൻ എന്ന് വിളിച്ചു. ബംഗാളിൽ വിജയന്റെ കളി കാണാൻ മാത്രം തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയങ്ങൾ ഉണ്ടായിരുന്നു. 1992 മുതൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച വിജയൻ കുറെ കാലം ടീമിന്റെ ക്യാപ്റ്റനുമായിരുന്നു. അടുത്ത കളിയിൽ നിന്നെ നിലം തൊടിയിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് റുസ്തം അക്രമോവിന്റെ ജൂനിയർ ടീമിനെതിരെ 4 ഗോളുകൾ അടിച്ചാണ് വിജയൻ അന്ന് മറുപടി കൊടുത്തത്. പിന്നീട് അക്രമോവ് എന്ന കോച്ചിന്റെ കീഴിൽ തന്നെ വിജയൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനുമായി. വിമർശനങ്ങൾക്കുള്ള മറുപടി പുറത്തല്ല, കളിക്കളത്തിനകത്തു കൊടുക്കണമെന്ന് വിജയൻ അന്ന് തെളിയിച്ചു. 1992 വേൾഡ് കപ്പിൽ അർജന്റീനയെ വരെ തറപറ്റിച്ച സാക്ഷാൽ റോജർ മില്ലയുടെ കാമറൂണിനെ 93 നെഹ്റു ട്രോഫിയിൽ സമനിലയിൽ തറച്ച വിജയന്റെ ലോങ് റേഞ്ച് ഗോളിന് പകരം വെക്കാൻ മറ്റൊന്നില്ലായിരുന്നു. 1995 മലേഷ്യൻ ക്ലബായ പേർലിസിനെതിരെ ഫൈനലിന്റെ അവസാന നിമിഷങ്ങളിൽ വീണ ക്ലാസിക് ഗോളിലൂടെ JCTയെ വിജയൻ സിസേഴ്സ് കപ്പ് വിജയത്തിലേക്ക് എത്തിച്ചത് ആരാധകർക്ക് മറക്കാൻ കഴിയില്ല. അതും മികച്ചൊരു ബൈസിക്കിൾ കിക്കിലൂടെ. 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാന്റെ പ്രതിരോധം തകർത്ത് ഗോൾ നേടുമ്പോൾ കളി തുടങ്ങി വെറും 12 സെക്കൻഡുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. ഇങ്ങനെ എണ്ണം പറഞ്ഞ ഗോളുകൾ വിജയൻ അടിച്ചു കയറ്റിയത് രാജ്യത്തെ ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയങ്ങളിലേക്കായിരുന്നു. ഒടുവിൽ 2003 രാജ്യത്തിന് വേണ്ടി അവസാനം കളിച്ച ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ആ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ ആകുമ്പോൾ വിജയന് വയസ്സ് 34. ടൂർണമെന്റിന്റെ ടോപ്പ് സ്കോററായുള്ള ഒരു വിരമിക്കൽ ഇന്ത്യൻ ഫുട്ബോളിൽ അന്നുവരെ ഉണ്ടായിട്ടില്ല. 7 ചേർക്കാതെ ഔദ്യോഗികമായ കണക്കുകളിൽ 338 ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിജയൻ അടിച്ചുകൂട്ടിയത് 250 ഗോളുകളാണ്. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, JCT മിൽസ്, ചർച്ചിൽ ബ്രദേഴ്സ്, FC കൊച്ചിൻ തുടങ്ങിയ ടീമുകളെ പ്രതിനിധീകരിച്ച വിജയൻ ദേശീയ ഫുട്ബോളിൽ ചൂടാത്ത കിരീടങ്ങളില്ല. അർജുന പുരസ്കാരമടക്കമുള്ള ബഹുമതികൾ നേടി. 1993, 97, 99 വർഷങ്ങളിൽ 3 വട്ടം ഇന്ത്യൻ ഫുട്ബോളറായ ആദ്യ കളിക്കാരനാണ് വിജയൻ. 90കളിൽ രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാലുകൾ ഈ തൃശ്ശൂരുകാരൻ്റെതായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നു വരുന്ന ഫുട്ബോൾ പ്രതിഭകൾക്ക് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കാൻ ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കഥകൾ ചികയേണ്ട കാര്യമില്ല. തൃശൂർ മുനിസിപ്പാലിറ്റിയിൽ ആക്രി പെറുക്കി വിറ്റ ഒരു അമ്മയുടെ മകൻ ഇന്ത്യൻ ഫുട്ബോൾ കീഴടക്കിയ കഥയ്ക്കും പറയാനുള്ളത് ഇതേ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥ തന്നെയാണ്.